മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 25/11/1996 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. രോഹിണിയാണ് നക്ഷത്രം. രോഹിണി 1-ാം പാദം. മകരലഗ്നം. 2 ശൂന്യം. 3-ൽ ശനി, കേതു, ഗുളികൻ. 4 ശൂന്യം. 5-ൽ ചന്ദ്രൻ. 6, 7 ഭാവങ്ങൾ ശൂന്യം. 8-ൽ കുജൻ. 9-ൽ രാഹു. 10-ൽ ശുക്രൻ. 11-ൽ സൂര്യൻ, ബുധൻ. 12-ൽ വ്യാഴം. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. സ്ത്രീജാതകമാണിത്. വിവാഹ സംബന്ധമായിട്ടുള്ള അല്പസ്വല്പം പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ സ്വസ്ഥതക്കേടുകൾ ഉള്ളതും അല്ലാതെ ഭാഗ്യ അനുഭവങ്ങൾ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അല്പം ബുദ്ധിമുട്ടുള്ളതുമായിട്ടുള്ള ഒരു ഗ്രഹനിലയാണത്. എന്തുകൊണ്ടാണത്? ഭാഗ്യാനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ വലിയൊരു പ്രാധാന്യമൊന്നും കേൾക്കുന്ന ആളുകൾക്ക് തോന്നിക്കോണമെന്നില്ല, അല്ലെങ്കിൽ കൊടുക്കാറുമില്ല. പക്ഷേ ഒരർത്ഥത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഭാഗ്യം എന്ന വാക്കിനെ തന്നെയാണ്. അത് നല്ല ജീവിതാവസ്ഥയായിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, വിവാഹമായിക്കോട്ടെ, സന്താന ഭാഗ്യമായിക്കോട്ടെ, എല്ലാം തന്നെ ഭാഗ്യം എന്ന് പറയുന്ന ഒരു വാക്കുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് ഏതൊരാളുടെയും, എൻ്റേതുൾപ്പെടെ. അപ്പോൾ ഭാഗ്യസ്ഥാനം ഒരു ഗ്രഹനിലയിൽ എന്ന് പറയുമ്പോൾ അതിന് തീർച്ചയായിട്ടും പ്രാധാന്യമുണ്ട്. ഇവിടെ ലഗ്നാൽ 9 ഏതൊരാളെ സംബന്ധിച്ചും ഭാഗ്യസ്ഥാനം. ഇവിടെ 9-ൽ രാഹുവുണ്ട്. നല്ലതല്ല. എന്ന് വെച്ചാൽ ഭാഗ്യ അനുഭവങ്ങൾ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് തർക്കമോ തടസ്സമോ കാലതാമസമോ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിൽ തന്നെ എടുത്തു പറയേണ്ടുന്ന കാര്യം കാലതാമസം. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, 9-ൽ ലഗ്നാൽ 9-ൽ രാഹു നിൽക്കുന്നു. 2, ലഗ്നാധിപനായിട്ടുള്ള 3-ൽ നിൽക്കുന്ന കേതുവിനോടൊത്ത് ഗുളികനോടൊത്ത് നിൽക്കുന്ന ശനിയുടെ 7ാമത്തെ ദൃഷ്ടി. പരസ്പരം ദൃഷ്ടിയാണ്. ശനി രാഹുവിനെയും നോക്കുന്നു, അതുപോലെ തന്നെ രാഹു ശനിയെയും നോക്കുന്നു. ഇവിടെ ശനിയുടെ ദൃഷ്ടി തന്നെ അല്പം ടഫാണ് എന്നിരിക്കെ കേതുവിനോടൊത്ത് പ്രത്യേകിച്ചും ഗുളികനോടൊത്ത് നിൽക്കുന്ന ശനിയുടെ 7ാം ദൃഷ്ടി ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നുവെന്നത് ഭാഗ്യാനുഭവങ്ങൾക്ക് തടസ്സം എന്ന് പറയുന്ന വാക്ക്, അതല്ലെങ്കിൽ കാലതാമസം എന്ന് പറയുന്ന അവസ്ഥ 100%. പല ഭാഗ്യാനുഭവങ്ങളെയും പ്ലാൻ ചെയ്തുകൊണ്ടാണ് എല്ലാ ആളുകളും മുന്നോട്ട് പോകാറുള്ളത്. അപ്പോൾ ആ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം തന്നെ അതാത് ടൈമിൽ ബ്ലോക്സ്, അതല്ലെങ്കിൽ ഡിലേസ്, അതല്ലെങ്കിൽ കാലതാമസം എന്ന് പറയുന്ന ഒരവസ്ഥ, ലാഗ് എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ ക്രമം തന്നെ ചിലപ്പോൾ തെറ്റാം. അപ്പോൾ അതിന് വേണ്ടുന്ന മുന്നൊരുക്കങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അതിന് വേണ്ടുന്ന പ്ലാനോടുകൂടി തന്നെ വേണം ഇത്തരം ഗ്രഹനിലയുള്ള ആളുകൾ, ഇത്തരം ജാതകർ മുന്നോട്ട് പോകാനായിട്ട്. അങ്ങനെയെങ്കിൽ നിരാശയെ ഒരു പരിധി വരെ ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഏത് രീതിയിൽ പോയാൽ ഉദ്ദേശിച്ച കാര്യം നേടിയെടുക്കാം എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ബുദ്ധി, ചിന്ത കൈവരിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം ശനി 3-ൽ, പൊതുവേ 3-ൽ ശനി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ മുടിവെച്ച് വാഴും എന്ന് പറയാറുണ്ട്. പക്ഷേ അത് നിൽക്കുന്നതിനൊരു രീതിയുണ്ട്, ഒരു ക്രമമുണ്ട്. ഇവിടെ അത് ലഗ്നാൽ 3-ലാണെങ്കിൽ പോലും അത് രാഹുവിൻ്റെയും കേതുവിൻ്റെയും ഉപരി ഗുളികൻ്റെയും സാന്നിധ്യത്തിലാണ് നിൽക്കുന്നത്. ഗുളികനോടൊത്ത് കേതുവിനോടൊത്ത് നിൽക്കുന്നു, രാഹുവിൻ്റെ 7ാം ദൃഷ്ടിയിലും നിൽക്കുന്നു. അപ്പോൾ ഈ ഗുളികനോടൊത്ത് നിൽക്കുന്ന ശനി പ്രശ്നം തന്നെയാണ്. ആ വ്യക്തിക്ക് അല്പം ടഫായിട്ടുള്ള, അല്പം ഹാർഡായിട്ടുള്ള, അല്പം കൈപ്പേറിയ ബുദ്ധിമുട്ടുകളുള്ള സാഹചര്യത്തിലൂടെ സഞ്ചരിക്കേണ്ടതായിട്ടുള്ള ജീവിതാവസ്ഥകൾ ഉണ്ടാകാം. അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം കൃത്യമായിട്ടുള്ള ഒരു മുന്നൊരുക്കത്തോടു കൂടിയല്ല പോകുന്നത് എങ്കിൽ ഒരുപാട് നെഗറ്റീവ്സ് അതുകൊണ്ട് മാത്രമായിട്ട് തന്നെ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുമുണ്ട്. ശനി ഗുളികൻ കോമ്പിനേഷൻ മുൻപ് ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. നല്ലതല്ല. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ലഗ്നാൽ 7 വിവാഹസ്ഥാനം ഏതൊരാൾക്കും. 7ാം ഭാവാധിപൻ ചന്ദ്രൻ ഉച്ചസ്ഥനായി നിൽക്കുന്നു. നല്ലതാണ്. പകൽ ജനനമാണ്. എന്നിരുന്നാൽ തന്നെയും ചന്ദ്രൻ അത്യാവശ്യം തെറ്റില്ലാതെ നിൽക്കുന്നുവെന്ന് പറയാം. പക്ഷേ അവിടേക്ക് ഗുളികനോടൊത്ത് നിൽക്കുന്ന ശനിയുടെ 3ാമത്തെ ദൃഷ്ടി വന്നു. മനസ്സിൻ്റെ മാതാവിൻ്റെ കാരകഗ്രഹമാണ്, ദേഹസുഖത്തിൻ്റെയൊക്കെ കാരകഗ്രഹമാണ് ചന്ദ്രൻ.
അപ്പോൾ അവിടേക്ക് ഗുളികൻ്റെ സാന്നിധ്യത്തിൽ ഗുളികനോടൊത്ത് നിൽക്കുന്ന ശനിയുടെ മൂന്നാം ദൃഷ്ടി എന്ന് പറയുമ്പോൾ മനസ്സിന് ഏതെങ്കിലുമൊക്കെ രീതിയിൽ 1, 2, 3, 4, 5 5ൽ തന്നെയാണ് അസ്വസ്ഥതകൾ ഇടവിട്ടോ അല്ലാതെയോ ഇടയ്ക്കിടെയോ അടിക്കടിയോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ വ്യക്തിയുടെ ജീവിതം അങ്ങനെ തന്നെയാണ്. ഒട്ടും നല്ല കോമ്പിനേഷനേ അല്ല. ചന്ദ്രൻ ശനി, ചന്ദ്രൻ രാഹു, ചന്ദ്രൻ കേതു, ചന്ദ്രൻ ഗുളികൻ. അതിൽ തന്നെ കേതുവിനോടൊത്ത് രാഹുവിൻ്റെ ദൃഷ്ടിയിൽ ഗുളികനോടൊത്ത് നിൽക്കുന്ന ശനിയുടെ മൂന്നാം ദൃഷ്ടി എന്ന് പറയുമ്പോൾ ഇൻഡയറക്റ്റായി രാഹുവിൻ്റെ സാന്നിധ്യമുണ്ടവിടെ, ഇൻഡയറക്റ്റായി കേതുവിൻ്റെ സാന്നിധ്യമുണ്ടവിടെ. അതുപോലെ തന്നെ ഇൻഡയറക്റ്റായി ഗുളികൻ്റെ സാന്നിധ്യമുണ്ടവിടെ. അതേപോലെ തന്നെ ഡയറക്റ്റായി ശനിയുടെ സാന്നിധ്യമുണ്ടവിടെ. ഇതിലെടുത്ത് പറയേണ്ടുന്ന ഒരു കാര്യം, രാഹുവിൻ്റെ 9ാം ദൃഷ്ടിയും ചന്ദ്രനിലേക്കുണ്ട്. അപ്പോൾ അത് ഡയറക്റ്റ് കണക്ഷനായി. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. മാത്രവുമല്ല, ഇദ്ദേഹത്തിൻ്റെ വ്യാഴം 12ലാണ്, സ്വന്തം ക്ഷേത്രത്തിലാണ് എന്നതൊഴിച്ചാൽ 12ലെ വ്യാഴം അത്ര നല്ലതൊന്നുമല്ല. പിന്നെ അവിടെ സ്വന്തം ക്ഷേത്രത്തിലാണ് എന്നതുകൊണ്ട് ഒരു അല്പസ്വല്പം പ്രതീക്ഷ വയ്ക്കുകയും ആവാം. ഇതെല്ലാമാണെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ലഗ്നാൽ 10ൽ ശുക്രനുണ്ട്. മാളവ്യ യോഗം കൊടുക്കുന്ന ശുക്രൻ നല്ലതാണ്, വളരെ നല്ലതാണ്. ഭാവിയിൽ ബിസിനസ് ഐഡിയാസൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടി പോയി കഴിഞ്ഞാൽ ബിസിനസ് സംബന്ധമായിട്ടുള്ള ഉയർച്ചയ്ക്കൊക്കെ വളരെ പറ്റിയ ഒരു ഗ്രഹനില തന്നെയാണത്. എന്നാൽ ലഗ്നാധിപൻ ഗുളികനോടൊത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും കൃത്യമായിട്ടുള്ളൊരു ചിട്ടവട്ടം, ഒരു മുന്നൊരുക്കം, ഒരു ക്രമം നടത്തി ഒരുക്കി തന്നെ വേണം മുന്നോട്ട് പോകാനായിട്ട്. വലിയ ഹ്യൂജ് ഹെവി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആദ്യമേ ചെന്ന് ബിസിനസ്സിലേക്ക് തുടങ്ങാൻ നിൽക്കാതിരിക്കുക. പൊതുവേ ലഗ്നാധിപൻ ഗുളികനോടൊത്ത് കേതുവിനോടൊത്ത് രാഹുവിൻ്റെ ദൃഷ്ടിയിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഇത്തരക്കാർക്ക് അല്പം ടഫായിട്ടുള്ള സാഹചര്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. പ്രത്യേകിച്ച് ശനി ചിട്ടവട്ടം പഠിപ്പിക്കുന്നതിൽ അഗ്രഗണ്യനാണ്, കർമാധിപനാണ് ശനി. അപ്പോൾ അത് അറിയാമെന്നത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ അത് അറിയുന്നു എന്നതുകൊണ്ട് തന്നെ ഒരല്പം ക്ഷമ എല്ലാ കാര്യങ്ങളിലും കാണിക്കുക, തിടുക്കം കാണിക്കാതിരിക്കുക. ഇത്തരം ഗ്രഹനിലകളുടെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നതാണ്. എന്ന് വെച്ചാൽ പയ്യെ തിന്നാൽ പനയും തിന്നാം. അല്ലാതെ ആദ്യമേ തിടുക്കം കാണിച്ചു കഴിഞ്ഞാൽ അത് വലിയ അബദ്ധങ്ങളിലേക്ക് പോകാനും അതുവഴി സ്വസ്ഥത ഇല്ലാതിരിക്കാനുമുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് എന്നും തിരിച്ചറിയുക. 8ലെ കുജനെയും ശ്രദ്ധിക്കണം. ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ തേടി വന്നാൽ വൈദ്യസഹായം തേടാൻ മടിക്കരുത് എന്നൊരു സൂചന 8ലെ കുജൻ നൽകുന്നുണ്ട്. എന്നാൽ വ്യാഴത്തിൻ്റെ 9ാമത്തെ ദൃഷ്ടി കുജനിലേക്ക് വരുന്നത് കൊണ്ട് വലിയ തെറ്റുകുറ്റങ്ങളില്ല. എന്നിരുന്നാൽ തന്നെ ഒരു ശ്രദ്ധ അത്യാവശ്യം തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ ചന്ദ്രദശയിൽ ജനിച്ചു 2006 വരെ ചന്ദ്രൻ, അതിനുശേഷം കുജൻ 2013 വരെ, അതായത് ചൊവ്വ, അതിനുശേഷം രാഹു 2031 വരെ, ഇപ്പോഴത്തെ നടപ്പ് ദശയും രാഹു തന്നെയാണ്. അതിനുശേഷം ഗുരു 2047 വരെ, അതിനുശേഷം ശനി 2066 വരെ, ശേഷം ബുധൻ 2083 വരെ, ശേഷം കേതു എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. ഇദ്ദേഹത്തിൻ്റെ നടപ്പ് ദശ എന്ന് പറയുന്നത് രാഹുവിൽ ശുക്രനാണ്. എന്ന് വച്ചാൽ രാഹു ശനിയുടെ ദൃഷ്ടിയിൽ 9ൽ നിൽക്കുന്ന രാഹു നല്ലതല്ല. ശുക്രൻ മാളവ്യ യോഗം കൊടുക്കുന്ന ശുക്രൻ. പക്ഷേ ഈ രാഹു ശുക്രൻ കോമ്പിനേഷൻ വരുന്ന സമയത്ത് പാർട്ട്ണർ, ഹസ്ബൻഡ് എന്ന് പറയുന്ന അവസ്ഥയുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ, വഴക്കുകൾ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ശുക്രനല്ല കാരണം രാഹുവാണ്. ശുക്രൻ ഇവിടെ മാളവ്യ യോഗം കൊടുത്തു നിൽക്കുമ്പോഴും രാഹു ഭരിക്കുന്ന സമയത്താണ് ശുക്രൻ്റെ അപഹാരം വന്നിട്ടുള്ളത്. അപ്പോൾ ആ സമയം തന്നെ അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ, വഴക്കുകളൊക്കെ ഒഴിവാക്കുക. അതിന് വേണ്ടുന്ന കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ ചിട്ടവട്ടത്തോടു കൂടി തന്നെ ചെയ്തു പോവുക. അതല്ലാത്ത പക്ഷം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.